മധ്യപ്രദേശിൽ കോൺഗ്രസിന് ഇനി തിരിച്ചുവരവില്ലേ എന്ന വലിയ ചോദ്യം ചോദിക്കുമ്പോൾ 1993 മുതൽ 2003 വരെ കോൺഗ്രസ് ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരുന്ന സുവർണഘട്ടത്തെക്കുറിച്ച് മാത്രം ഓർമ്മിച്ചാൽ പോരാ. എന്നാൽ കമൽനാഥ് ഇടക്കാലത്ത്, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതൊഴിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് വരാൻ പറ്റി എന്നതൊഴിച്ചാൽ കോൺഗ്രസിന് വലിയ നേട്ടങ്ങളൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29ൽ 29 സീറ്റും BJP നേടിയെടുത്ത് അവർ വലിയ ആശ്വാസത്തിലാണ്. എന്നാൽ ഒരു പുനഃസംഘടന എന്ന രീതിയിലേക്ക് കോൺഗ്രസിന് പുതിയ നേതൃത്വം നൽകാൻ വേണ്ടിയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മധ്യപ്രദേശിൽ എങ്ങനെയും കോൺഗ്രസിനെ സംഘടനാ തലത്തിൽ ബലപ്പെടുത്തിയെടുക്കാൻ കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. അവരെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. ദിഗ്വിജയ് സിംഗിനോ കമൽനാഥിനോ ഒന്നും തന്നെ ഇനി യുവജനതയെ മുന്നോട്ട് നയിക്കാനോ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടിയുള്ള ശേഷിയോ അവർക്ക് ഇല്ല. നിലവിൽ അവിടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഏറ്റവും കരുത്തനായ നേതാവായ ശിവരാജ് സിംഗ് ചൗഹാൻ മാറി നിന്നിട്ട് പോലും, അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ട് പോലും സംസ്ഥാനത്തെ ഭരണത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, വിദിശ മണ്ഡലത്തിൽ നിന്നും ശിവരാജ് സിംഗ് ചൗഹാൻ 8,21,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് ജയിച്ചത്. പക്ഷേ അവിടെ BJPക്കുള്ളിൽ ഒരു പിളർപ്പുണ്ടാകും എന്നത് വസ്തുതാപരമായി തന്നെ ഇപ്പോൾ വ്യക്തമാകുകയാണ്. ശിവരാജ് സിംഗ് ചൗഹാന് കേന്ദ്രമന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെക്കാനുള്ള ആവശ്യം ഉന്നയിക്കുന്നതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന് സംസ്ഥാനത്ത് തിരികെ എത്തണം എന്ന ആഗ്രഹം അതിശക്തമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ക്യാബിനറ്റിൽ അത്ര പ്രസക്തമല്ലാത്ത ഒരു വകുപ്പ്, കൃഷി വകുപ്പാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രസക്തമായി തോന്നാത്ത ഒരു വകുപ്പിലേക്ക് അദ്ദേഹത്തിന് നീക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടി അണികൾ വ്യക്തമാക്കുന്നതോടുകൂടി വീണ്ടും ശിവരാജ് സിംഗ് തിരികെ അധികാരത്തിലേക്ക് എത്തണം എന്ന രീതിയിൽ ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ എങ്ങും വ്യാപകമായി വിദിശയിലും സമീപ പ്രദേശങ്ങളിലും അതിശക്തമായി തന്നെ ആഹ്വാനം ജനിപ്പിക്കുകയാണ്. മധ്യപ്രദേശിൽ BJPക്കിടയിലെ ഗ്രൂപ്പിസം തന്നെയായിരിക്കും അവരെ വലിയ രീതിയിൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വ്യക്തമാണ്. ഇത്തവണ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ലോക്സഭയിൽ 29ൽ 29 സീറ്റും നേടിയെടുത്തത്. എന്നാൽ അതിൻ്റെ പരിപൂർണമായ മുന്നേറ്റം നടത്താൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്: ഏത് വലിയ കോട്ടകളെയും പൊളിച്ചെടുക്കാൻ ജനങ്ങൾ വിചാരിച്ചാൽ കഴിയും എന്നുള്ളത് അയോധ്യയിൽ തെളിഞ്ഞ ഒരു കാര്യമാണ്. അയോധ്യയിൽ BJP തോക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിരുന്നോ എന്നാണ് ജനങ്ങളോട് ഗുജറാത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അതേ ചോദ്യം തന്നെ കോൺഗ്രസ് പ്രവർത്തകരോട് കൃത്യമായി ചോദിക്കാൻ ഇപ്പോൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് തയ്യാറാവുകയാണ്. അതുമാത്രമല്ല, തിരിച്ച് ഗെലോട്ടിനെ മധ്യപ്രദേശിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഗെലോട്ട് വെറും MLA മാത്രമാണ്. സർദാർപുരയിൽ നിന്നുള്ള MLA ആണ്. ഗെലോട്ട് 3 തവണ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ തിരികെ AICCയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക്, അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ 2019 ആ സ്ഥാനം ഏറ്റെടുത്തതെങ്കിൽ അതിനു മുമ്പ് ഗെലോട്ടായിരുന്നു ആ സ്ഥാനത്തിരുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി കൂടുതൽ ചുമതല കൊടുത്തുകൊണ്ട് മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയം കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അവിടെ യുവ നേതൃത്വവുമായി സംവദിക്കാനും അവരുമായി ചർച്ച ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഗ്വാളിയർ, ഇൻഡോർ തുടങ്ങിയ മേഖലകളിൽ കൃത്യമായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യം. അതിനു വേണ്ടിയുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.